എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള ടെമ്പററി അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലിക അഡ്മിഷനാണ്, അതിന് ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ അതിന് ഫീസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളും കൊടുത്തുകൊണ്ട് നേടുന്ന അഡ്മിഷനാണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിലവിൽ ഒന്നാമത്തെ ഓപ്ഷനല്ല അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കൃത്യമായിട്ട് പരിശോധിച്ച് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് കാൻഡിഡേറ്റ് ലോഗിൻ്റെ പാസ്വേഡാണോ മറന്നു പോയത് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ്റെ അതായത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ പേജിൽ ഏറ്റവും താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസുകൾ നിങ്ങൾ നൽകുക. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും. അതായത് ഈ ഒരു +1ൻ്റെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ, അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല, അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാപ്ച പറഞ്ഞുകൊണ്ട് കുറച്ച് അക്കങ്ങൾ കാണാൻ പറ്റും. അതായത് 5, 4, 2, 2, 8 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് അത് മാറ്റമുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണോ അവിടെ കാണുന്നത് അത് എൻ്റർ ദ ക്യാപ്ച എന്നുള്ളത് ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് സെൻഡ് OTP എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ച ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് OTP വരുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അടുത്ത പേജിൽ അത് നിങ്ങൾക്ക് അടുത്ത ആ സെൻഡ് OTP ക്ലിക്ക് ചെയ്ത ശേഷം സ്ക്രീനിൽ നിങ്ങൾക്ക് OTP നൽകാനുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP എന്താണ്, അതായത് നിങ്ങൾ +1ൻ്റെ അപേക്ഷ കൊടുത്ത സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP ഏതാണോ ആ ഒരു OTP നൽകുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ 2 ബോക്സ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങളുടെ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ പുതിയ പാസ്വേഡ് സെറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും മാത്രമാണ് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇനി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് HSKP വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ SWS അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നിങ്ങനെയുള്ള 2 ലിങ്കുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഏത് വഴിയാണോ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ലിങ്ക് മുഖേന നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതായത് ഇപ്പോൾ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതായത് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന എല്ലാ വിദ്യാർത്ഥികളും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ താഴത്തെ പേജിൽ ഏറ്റവും താഴത്തെ പേജിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2 പേജുണ്ട്. അതിൽ രണ്ടാമത്തെ പേജിലായിട്ട് ഏറ്റവും താഴെയായിട്ട് കാണാൻ പറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അത് നോക്കിയിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് ടെമ്പററിയോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളോട് ഈ ഒരു കാര്യം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ ഞാനത് നോക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികളോട് ഓൾറെഡി ഈ ഒരു കാര്യം പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ടെമ്പററി അഡ്മിഷനെങ്കിലും മിനിമം നേടേണ്ടതാണ്. ഇല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. രണ്ടാമത്തെയോ മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി അതേസമയം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ആണ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം വന്നിട്ടുള്ളത് എങ്കിൽ
അതായത് സ്കൂൾ ചേഞ്ച് ആയിട്ടില്ല, എന്നാൽ കോഴ്സ് മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോവുക, വീണ്ടും ടെമ്പററി അഡ്മിഷൻ നേടുക. അതേസമയം മറ്റൊരു സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിൽ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോവുക, ഡോക്യുമെൻറ്റ്സ് തിരിച്ച് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോവുക, അവിടെ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റോ അഡ്മിഷൻ നേടുക. ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ്. ബാക്കി ഏത് ഓപ്ഷൻ കിട്ടിയാലും നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.